ഏവർക്കും ഷഹൽ കിച്ചൺസിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സേമിയ ഉലത്തിയത്. ഇതിനുള്ള ഇൻഗ്രീഡിയൻസുകളാണ് ഇവിടെ കാണിക്കുന്നത്. സേമിയം 6 kg, ഏലക്കായ് പൊടിച്ചത്, അണ്ടി, മുന്തിരി, ബദാം, പഞ്ചസാര ഇല്ലാത്തവർക്ക് ശർക്കരയും ചേർക്കാം. അടുപ്പിൽ പാന് വെക്കുക. പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് അണ്ടി ചേർക്കുക. അണ്ടി കുറച്ച് നേരം ഒരു ഫ്രൈ എടുത്തതിൻ്റെ ശേഷം അതിലേക്ക് ബദാം ചേർക്കുക, ചെറിയ പീസുകളാക്കിയ. ബദാമും ഇച്ചിരി ഫ്രൈ ചെയ്ത് വരുമ്പോൾ അതിലേക്ക് കിസ്മിസ് ഇടുക. എല്ലാം കൂടി ഫ്രൈ ചെയ്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതേ നെയ്യിൽ തന്നെ സേമിയം വറുത്തെടുക്കുക. നല്ലവണ്ണം ഒന്ന് ലൈറ്റ് റെഡ് കളറിൽ വറുത്തെടുക്കുക സേമിയം. ഇതേപോലെ വറുത്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ അത് മാറ്റി വെക്കുക. നല്ലവണ്ണം വറുക്കുക നെയ്യിൽ. ആ പാനിന് ശേഷം 1.5 ഗ്ലാസ്, അതേ പാനിൽ 2 ഗ്ലാസ് വെള്ളം ചേർക്കുക. 2 ഗ്ലാസ് 1.5 ഗ്ലാസ് ചേർത്താലും മതി. വെള്ളം ചേർക്കുക. സേമിയത്തിനനുസരിച്ചിട്ടാണ് വെള്ളം ചേർക്കേണ്ടത്. പിന്നെ 3 ഏലക്കായ് പൊടിച്ചത് അതിൽ ചേർക്കുക. പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. പഞ്ചസാര യൂസ് ചെയ്യാത്തവർ ശർക്കരയും ആഡ് ചെയ്യാം. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇടുക. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് വറുത്ത് വെച്ച സേമിയം ചേർക്കുക. എന്നിട്ട് അടച്ച് വെക്കുക. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കി ഇതേമാതിരി വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ടാവും. അപ്പം നല്ലൊന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടി. എന്നിട്ട് ഈ വറുത്ത് വെച്ച എല്ലാ നട്ട്സുകളും കുറച്ച് പകുതി ഇടുക. എല്ലാം കൂടി മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒരു ബൗളിലേക്ക് മാറ്റുക. ഇത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ ഉലത്തിയതാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും. നെക്സ്റ്റ് വീഡിയോയുമായി കാണാം.